ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സാം പോയിന്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് 6 ചാപ്റ്റർ 4 ആയ പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻസ് എന്ന രീതിയിൽ കംപ്ലീറ്റ്ലി റിലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഗൈഡായിരിക്കും എക്സാം പോയിന്റ്. അപ്പോൾ നമുക്കെന്നാൽ ചാപ്റ്ററിലോട്ട് കടന്നാലോ? നമ്മുടെ ആൻസിസ്റ്റേഴ്സൊക്കെ, നമ്മുടെ പൂർവികരൊക്കെ പണ്ട് കാലത്ത് എങ്ങനെ ജീവിച്ചിരുന്നത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? മുന്നത്തെ ചാപ്റ്റേഴ്സിലൊക്കെ ആ സ്റ്റോൺ ഏജ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പാലിയോലിത്തിക് ഏജ് ഉണ്ടായിരുന്നു, ദെൻ നിയോലിത്തിക് ഏജ്, അങ്ങനെ കുറേ കാലഘട്ടങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? അവസാനം ബ്രോൺസ് ഏജ് അവിടെ വരെ വന്ന് നിൽക്കുമായിരുന്നു അല്ലേ? ഓൾ റൈറ്റ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഓരോ കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴും പുരോഗമനം പതിയെ പതിയെ സംഭവിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. പക്ഷെ ഏർലി ആൻസിസ്റ്റേഴ്സ് അല്ലേ, അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു? അവർ എന്തൊക്കെ ടൂൾസാണ് ഉപയോഗിച്ചിരുന്നത്? എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത്? മോസ്റ്റ്ലി സ്റ്റോൺസ് ആയിരുന്നു അല്ലേ? ശിലകളായിരുന്നു അല്ലേ? അവ ചിലത് പോളിഷ് ചെയ്തതുണ്ടായിരുന്നു, ചിലത് സ്മൂത്ത് ആയിട്ടുള്ളതുണ്ടായിരുന്നു, ചിലത് റഫ് ആയിട്ടുള്ളതുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അതൊക്കെയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന ടൂൾസ് അല്ലേ? അവർ എന്തൊക്കെ ഫുഡ് ഐറ്റംസാണ് കഴിച്ചിരുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫുഡ് ഐറ്റംസ് ആയിരുന്നു അവർ കഴിച്ചത്? അല്ല അല്ലേ? അവരെന്താ കഴിച്ചിരുന്നത്? മെയിൻലി ഫ്രൂട്ട്സും ട്യൂബേഴ്സും ഒക്കെ ആയിരുന്നു അല്ലേ? പഴങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ആയിരുന്നു അവർ കഴിച്ചിരുന്നത് അല്ലേ? പിന്നെ അവർ എവിടെയാണ് താമസിച്ചിരുന്നത്? ഇപ്പോഴത്തെ പോലത്തെ വലിയ വീടുകളിൽ അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ ആയിരുന്നോ? അല്ല, അവർ കേവ്സിലായിരുന്നു, ഗുഹകളിലൊക്കെ ആയിരുന്നു അവർ താമസിച്ചിരുന്നത് അല്ലേ? ഓൾ റൈറ്റ്. എന്നാൽ ഇപ്പോൾ അല്ലേ, നമ്മളിപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ്? നമ്മൾ 21st സെഞ്ച്വറിയിൽ എത്തി നിൽക്കുകയാണല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ലൈഫും നമ്മുടെ ഏർലി ആൻസിസ്റ്റേഴ്സിൻ്റെ ലൈഫും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? ഇല്ല, മൊത്തം ഡിഫറൻസസ് ആണല്ലേ? വലിയ ഗ്രാജുവൽ എവല്യൂഷൻ അല്ലേ? വലിയ ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഏർലി ആൻസിസ്റ്റേഴ്സും നമ്മുടെ ഇപ്പോഴത്തെ ലൈഫും വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻസ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. സോ അപ്പോൾ നോക്കിക്കേ, അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അല്ലെ? നമുക്ക് എല്ലാത്തിനും അല്ലെ, എന്ത് കാര്യത്തിനും അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്, ഉൽപ്പന്നങ്ങളുണ്ട്, സാധനങ്ങളുണ്ട് അല്ലേ? നമുക്കിപ്പോൾ സ്പേസിൽ വരെ പോകാൻ പറ്റുന്നുണ്ട് ഇല്ലേ? നമുക്ക് ഔട്ടർ സ്പേസിലോട്ട് പോവാം അല്ലേ? നമുക്ക് അതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് വരെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ? മാൻമെയ്ഡ് സാറ്റലൈറ്റ്സ് തുടങ്ങി, നമുക്ക് ചെറിയ പിന്നുകൾ തുടങ്ങി, നമ്മുടെ ഏത് ആവശ്യത്തിനും വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പം നമ്മുടെ കൺമുന്നിലുണ്ട് ഇല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏർലി ആൻസിസ്റ്റേഴ്സിന് അങ്ങനെ ആയിരുന്നോ? അങ്ങനെ അല്ലായിരുന്നു അല്ലേ? അവർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗുഡ്സേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ട ഈ ഉൽപ്പന്നങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പ്രൊഡക്ട്സ് ഒക്കെ എങ്ങനെയാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഓക്കെ, ഏതൊക്കെയാണ് പ്രൊഡക്ട്സ്? ഓക്കെ, അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ആവശ്യമുള്ളത്? ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓൾ റൈറ്റ്. യെസ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെ, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ എന്തൊക്കെ ഗുഡ്സ് ആണ്, എന്തൊക്കെ സാധനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലേ? പൊതുവെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്, നിങ്ങളിപ്പോൾ 5th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ സ്റ്റുഡൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്? എന്തൊക്കെയാണ്? ബുക്സ് വേണം അല്ലേ? ബുക്ക് ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലേ? യെസ്, ബുക്സ് വേണം. പിന്നെന്തൊക്കെയാണ്? പെൻ വേണം, പെൻസിൽ വേണം അല്ലേ? പിന്നെന്താണ്? ക്ലോത്ത്സ് വേണ്ടേ? ഡ്രസ്സ് വേണം, ദെൻ സോപ്പ്. ഇതൊക്കെ എന്താണ്? നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അല്ലേ? ഓൾ റൈറ്റ്. അപ്പോൾ എന്താണ് ഈ സാധനങ്ങളൊക്കെ? നിങ്ങളിപ്പോൾ ഈ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ പ്രൊഡക്ട്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഗുഡ്സ് ആണ് അല്ലേ? ഉൽപ്പന്നങ്ങളാണ്, സാധനങ്ങളാണ് അല്ലേ? അപ്പോൾ എന്താണ് ഈ ഗുഡ്സ് എന്ന് പറയുന്നത്? എന്താണ് ഗുഡ്സ്? നിങ്ങൾക്കറിയോ? നോക്കിക്കേ, എന്താ ഈ പിക്ചറിൽ കാണുന്നത് നിങ്ങൾ? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെ, നമ്മുടെ റിക്വയർമെൻറ്റ്സ് അല്ലെ, നമുക്ക് കുറേ ആവശ്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട്, സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രൊഡക്റ്റുകളാണ്, സാധനങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളാണ് അല്ലേ ഇതൊക്കെ? ഓൾ റൈറ്റ്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക ഈ ഗുഡ്സിനെ കുറിച്ചിട്ട്? ഓക്കെ, എന്താണ് ഗുഡ്സ് എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ ആൻസർ ചെയ്യുക? എന്താ പറയാൻ പറ്റുക നിങ്ങൾക്ക്? നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ലേ? ഈ സാധനങ്ങൾ, ഈ പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. ഇനി ഇത് തൊടാൻ പറ്റത്തില്ലേ? നിങ്ങൾക്ക് തൊടാൻ പറ്റില്ലേ? ഈ പെന്നും ബുക്കും സോപ്പും ഇതൊക്കെ നിങ്ങൾക്ക് തൊടാൻ പറ്റത്തില്ലേ? ഡ്രസ്, ക്ലോത്ത്സ് ഒക്കെ നിങ്ങൾക്ക് തൊടാൻ പറ്റില്ലേ? യെസ്, തൊടാൻ പറ്റും അല്ലേ? അപ്പം നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? വാട്ട് ഈസ് മെന്റ് ബൈ ഗുഡ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? those things which are visible and tangible and can satisfy
ഹ്യൂമൻ വോൺസ് ആർ റിഗാർഡഡ് ആസ് ഗുഡ്സ് അല്ലേ. അപ്പം എന്താണ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ, വിസിബിൾ ആയിട്ടുള്ളത് അല്ലെ, അതുപോലെ തന്നെ ടാഞ്ചിബിൾ അല്ലെ, നമുക്ക് തൊടാൻ പറ്റുന്നത് അല്ലെ, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഈ പറഞ്ഞ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് തൊടാൻ പറ്റും അല്ലെ, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ. യെസ്, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ആവശ്യങ്ങളും അല്ലെ, ഓരോ പ്രൊഡക്റ്റും ഓരോ ആവശ്യത്തിനുള്ളതല്ലേ. അപ്പം നമ്മുടെ ഓരോ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓരോ നീഡ്സും അല്ലെ, ഓരോ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളെ അവയാണ് നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഗുഡ്സ് എന്ന് മനസ്സിലായോ? ഓൾറൈറ്റ്. ഇനി we use the service of a large number of people for the production and distribution of the goods you listed. അല്ലെ, നമ്മൾ കുറേ ഗുഡ്സ് പരിചയപ്പെട്ടു അല്ലെ, നമ്മൾ ഇതിൽ കുറേ പ്രൊഡക്ട്സ് കണ്ടില്ലേ അല്ലേ. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ അടുത്ത് എത്തണം അല്ലേ. നമുക്കറിയില്ല ഇതൊക്കെ എവിടെയുള്ളതെന്ന് അല്ലേ. പക്ഷെ നമുക്കൊരു മാർക്കറ്റിൽ, ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി ചെന്നാൽ നമുക്ക് എല്ലാ പ്രൊഡക്ട്സും അവിടെ കാണാം അല്ലേ. ഇപ്പം നിങ്ങൾ ലുലു മോളിൽ പോകാറുണ്ട് അല്ലേ. അങ്ങനെ കുറേ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്സ് അങ്ങനെ കുറേ ഉണ്ട് അല്ലേ. നിങ്ങളിപ്പോൾ ഏതൊരു ചെറിയ ഷോപ്പിൽ ചെന്നാലും എന്താണ് അവിടെ നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഈ ഗുഡ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ഈ മാർക്കറ്റിൽ എത്തുന്നത്? എങ്ങനെ എത്തുന്നത്? അതിന് കുറേ പ്രോസസ്സ് ഉണ്ട് അല്ലേ, കുറേ പ്രൊഡക്ഷൻ പ്രോസസ്സുകളുണ്ട്, അത് നമുക്ക് എത്തിക്കുന്ന കുറേ പേരുണ്ട്, അതിനാവശ്യമായിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. അതൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പം നമുക്ക് കുറേ പേരുടെ സർവീസ് ആവശ്യമാണ് അല്ലേ, കുറേ പേരുടെ സേവനം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ, കുറേ ആൾക്കാരുടെ അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അല്ലേ, ഇതിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടും ഇതിന് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, ഇതൊക്കെ കറക്റ്റ് ഇടങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ, എല്ലായിടത്തും എത്തണ്ടേ. ഓക്കെ, സോ അപ്പം എന്താണ് സർവീസ് എന്ന് പറയുന്നത്? അപ്പം എന്താണ് സേവനം, എന്താണ് സർവീസ്? നമുക്ക് കുറേ പേരുണ്ട്, ലേബറേഴ്സ് ഉണ്ട് അല്ലേ, കുറേ തൊഴിലാളികളുണ്ട്, ദെൻ ട്രാൻസ്പോർട്ടേഴ്സ് അല്ലേ. ഈ ട്രാൻസ്പോർട്ടേഴ്സ് ആണ് ഒരു ഉൽപ്പന്നത്തെ അത് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ കൊണ്ട് എത്തിക്കുന്നത് അല്ലേ. ദെൻ ബുക്ക് അല്ലെ, നമ്മുടെ ബുക്സ് ഒക്കെ അല്ലെ, ഇതൊക്കെ നമുക്ക് എന്താണ്, പ്രൊഡക്റ്റാണ്, നമുക്ക് എത്തേണ്ട പ്രൊഡക്റ്റാണ് അല്ലേ. ദെൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലേ, ഇതൊക്കെ വിതരണം ചെയ്യുന്നവരുണ്ട്. ദെൻ അവസാനം ഒരു ഷോപ്പ് കീപ്പർ ഉണ്ടാവും അല്ലേ, ഷോപ്പ് കീപ്പർ ഉണ്ടാവില്ലേ. യെസ്, സോ ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ ഓരോ സർവീസ് ചെയ്യുന്നവരാണ് അല്ലേ, ഓരോ സേവനങ്ങൾ ചെയ്യുന്നവരാണ്. ഓൾറൈറ്റ്. സോ അപ്പം നമുക്കറിയാമല്ലേ, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ബുക്സ് അല്ലെ, നിങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബുക്സൊക്കെ അതിൻ്റെ പ്രൊഡക്ഷനും തന്നെ കുറേ പ്രോസസ്സ് ഉണ്ട് അല്ലേ. അതിൻ്റെ പ്രിൻറ്റിങ്, ദെൻ പബ്ലിക്കേഷൻ, അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട് അല്ലേ. ഓക്കെ, സോ ക്ലിയർ ആയോ? എന്താണ് ഗുഡ്സ്, എന്താണ് നമ്മുടെ മെയിൻലി നമ്മുടെ സർവീസ് എന്താണ്, അതിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളതെന്നൊക്കെ മനസ്സിലായോ? അപ്പം നമ്മൾ നേരത്തെ കുറേ പേരെ പരിചയപ്പെട്ടു അല്ലേ, അതായത് ലേബറേഴ്സ്, ദെൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നവർ, ഷോപ്പ് കീപ്പർ അല്ലേ, അങ്ങനെ കുറേ പേരെ പരിചയപ്പെട്ടു അല്ലേ. അപ്പോൾ ഇവരൊക്കെ എന്താ നമുക്ക് തരുന്നത്? ഇവരൊക്കെ നമുക്ക് സർവീസാണ് അല്ലേ, സേവനം ചെയ്യുന്നവരാണ് അല്ലേ. നമ്മുടെ അടുത്തോട്ട് ഓരോ പ്രൊഡക്റ്റും എത്തിക്കുന്നത് ആര് വഴിയാണ്? ഈ പറഞ്ഞവരൊക്കെ വഴിയാണ് അല്ലേ. യെസ്, സോ ഓൾ ദീസ് പീപ്പിൾ പ്രൊവൈഡ് സർവീസസ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും നമുക്ക് വേണ്ടി ഓരോ സേവനങ്ങളാണ് ചെയ്യുന്നത് അല്ലേ. സർവീസസ് ആർ ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ബട്ട് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് അല്ലേ. നമുക്ക് തരുന്ന ഈ സേവനങ്ങൾ അല്ലെ, ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ നേരത്തെ കുറേ പ്രൊഡക്ട്സ് കണ്ടു അല്ലേ. ഈ ഉൽപ്പന്നങ്ങളൊക്കെ എന്താണ് ഗുഡ്സ് എന്ന് നമ്മൾ പറഞ്ഞത്? ദേ ക്യാൻ ബി സീൻ ആൻഡ് ദേ ക്യാൻ ബി ടച്ച്ഡ് അല്ലെ. ഇവയൊക്കെ നമുക്ക് കാണാനും തൊടാനും ഒക്കെ സാധിക്കും അല്ലെ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാനും പറ്റും അല്ലെ. എന്നാൽ സർവീസ് എങ്ങനെയാണ്, സേവനം എങ്ങനെയാണ്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അല്ല, ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതൊക്കെ അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ മേക്കിംഗ്, ഇതൊന്നും നമ്മൾ കാണുന്നില്ല അല്ലെ. ഇവർ ചെയ്യുന്ന സർവീസ് ഒന്നും നമ്മൾ കാണുന്നില്ല അല്ലെ. പക്ഷെ ഇവർ നമുക്ക് എത്തിക്കുന്ന പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നുണ്ട്, അത് നമുക്ക് കാണാനും തൊടാനും ഒരു ഗുഡ്സിൻ്റെ എല്ലാ ഡെഫിനിഷനും അത് മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു പ്രൊഡക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ സർവീസോ അത് നമുക്ക് തൊടാൻ പറ്റില്ല, ഇൻടാഞ്ചിബിൾ ആണ് അല്ലേ. അത് കാണാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല, അത് ഇൻവിസിബിൾ ആണ്. ഓക്കെ, പക്ഷെ എന്താ, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ലേ? പക്ഷെ അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇപ്പം മിസ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരികയാണ് അല്ലെ, ടീച്ച് ചെയ്യാണ് അല്ലെ. അപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ, നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ, അതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? സോ ഈ ടീച്ചിങ്ങും എല്ലാം എന്താണ്, ഇതൊക്കെ ഒരു സർവീസാണ്
ഓക്കെ, യെസ്. ദെൻ അതുപോലെ തന്നെ വി ഓൾസോ റിസീവ് സർവീസസ് ഫ്രം ഡോക്ടേഴ്സ്, ബാങ്ക് ഓഫീസേഴ്സ്, ലോയേഴ്സ്, അങ്ങനെ കുറേ പേരുടെ അടുത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? എല്ലാവരുടെയും സേവനമാണ് അല്ലേ, എല്ലാവരുടെയും സർവീസാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഓൾ റൈറ്റ്. If we prepare a list of the goods and services we use daily, it will be a long one. അല്ലെ, നമുക്കിപ്പോൾ നമുക്ക് സർവീസ് തരുന്ന ഓരോരുത്തരുടെ പേര് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയാൽ അത് പെട്ടെന്ന് അവസാനിക്കുമോ? ഇല്ല അല്ലേ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒത്തിരി പേര് നമുക്ക് കുറേ സർവീസസ് ചെയ്യുന്നവരുണ്ടല്ലേ, അല്ലേ? കുറേ പേരുണ്ട് അല്ലേ. ഇപ്പം നിങ്ങളെ ബസ്സിൽ കൊണ്ടാക്കുന്ന നിങ്ങളുടെ ബസ് ഡ്രൈവർ അല്ലേ, ആ അങ്കിൾ തുടങ്ങി നിങ്ങൾക്ക് വീട്ടിൽ പാലെത്തിച്ചു തരുന്ന അല്ലേ, അങ്ങനെ കുറേ പേര് നമുക്ക് കുറേ സേവനം ചെയ്യുന്നവരുണ്ടല്ലേ, കുറേ സർവീസ് ചെയ്യുന്നവരുണ്ട്. ഓൾ റൈറ്റ്. ഓൾ ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ യൂസ്ഡ് ടു സാറ്റിസ്ഫൈ അവർ വാണ്ട്സ് അല്ലേ. അപ്പം എന്തിനാണ് ഈ ഗുഡ്സും സർവീസസും അല്ലെ, എന്തിനാണ് ഈ സാധനങ്ങളും സേവനങ്ങളൊക്കെ എന്തിനുള്ളതാണ്? നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ റിക്വയർമെൻറ്റ്സും ഒക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നല്ല രീതിയിൽ എല്ലാം കറക്റ്റായിട്ട് നമുക്ക് എത്തിച്ചേരുന്നതും ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഗുഡ്സും സർവീസസും ഉള്ളത്. ഓൾ റൈറ്റ്. സോ വി ഹാവ് ടു പ്രൊഡ്യൂസ് ദം അല്ലേ. അപ്പം നമുക്കിതൊക്കെ ആവശ്യമുണ്ട് അല്ലേ, എല്ലാ ഗുഡ്സും എല്ലാ സർവീസസും നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. അപ്പം ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പ്രൊഡ്യൂസ് ചെയ്യണ്ടേ, ഇത് ഉൽപ്പാദിപ്പിക്കണ്ടേ? ഓൾ റൈറ്റ്. ഇനി അപ്പം എന്താണ് പ്രൊഡക്ഷൻ? വാട്ട് ഈസ് പ്രൊഡക്ഷൻ? അപ്പം എന്താണ് ഈ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ? ഒരു ഉൽപ്പന്നം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രൊഡക്ഷൻ അല്ലേ. നോക്കിക്കേ, ഈ പിക്ചറിൽ എന്താ കാണുന്നത്? നമുക്കിവിടെ ഒരു വലിയ ഫാക്ടറി കാണാം അല്ലേ. അവിടെ എന്താണ്? ഈ ക്ലോത്ത്സ് ഒക്കെ അവർ സ്റ്റിച്ച് ചെയ്യാണ് അല്ലേ. യെസ്. അപ്പോൾ അതെന്താണ്? അതാണ് പ്രൊഡക്ഷൻ. ഓക്കെ, അതാണ് എന്ത്? ഉൽപ്പാദനം. ഓക്കെ, അതാണ് ഈ ഉൽപ്പാദനം, ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്. ഇനി നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് എന്താ കാണുന്നത്? ഒരു ഡ്രസ്സ് കാണാം അല്ലെ, ഒരു ടീഷർട്ട് കാണാം അല്ലെ. അതെന്താണ്? അതാണ് നമ്മുടെ കയ്യിലെത്തുന്ന പ്രൊഡക്റ്റ്, അതാണ് നമുക്ക് കയ്യിൽ കിട്ടുന്ന ഉൽപ്പന്നം. ഓക്കെ. So production is a process of creating goods and services to satisfy human wants അല്ലേ. അപ്പം എന്താണ് പ്രൊഡക്ഷൻ? എന്താണ് ഈ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ അല്ലേ? നമുക്ക് മനുഷ്യർക്ക് കുറേ ആവശ്യങ്ങളുണ്ട് അല്ലേ. ഓരോ കാര്യത്തിനും എന്താണ്? ഓരോ റിക്വയർമെൻറ്റ്സ് നമുക്കുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഈ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സും സർവീസസും അല്ലെ, ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ഒക്കെ അത് മേക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അല്ലെ? ഇപ്പം നമുക്കിപ്പോൾ ഡ്രസ്സൊക്കെ വേണം അല്ലെ. അപ്പം അതൊക്കെ എന്താണ്? അതിനുള്ള മെറ്റീരിയൽ കളക്ട് ചെയ്യണം അല്ലെ, അത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം അല്ലെ, ഇതൊക്കെ ചെയ്യണ്ടേ. അപ്പം അതെന്താണ്? അത് പ്രൊഡക്ഷൻ്റെ ഓരോ പ്രോസസ്സുകളാണ് അല്ലേ. ഓൾ റൈറ്റ്. സോ പ്രൊഡക്റ്റ് ഇസ് എ റിസൾട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണ്? അതായത് ഉൽപ്പാദന പ്രക്രിയയുടെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ പഠിച്ചു അല്ലെ, നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ അല്ലെ, നമ്മുടെ നീഡ്സ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഉള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ അതിന് മുന്നേ കുറേ പ്രോസസ്സസ് ഉണ്ട് അല്ലേ. കുറേ ഉൽപ്പാദന പ്രക്രിയകൾ കടന്നു വഴിയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നത്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലേ. നോക്കിക്കേ, ഇപ്പം നമുക്ക് വേണ്ട അരി അല്ലെ, നമുക്ക് ഈ പാഡി കൾട്ടിവേഷൻ അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് ഈ കൾട്ടിവേഷൻ ഇൻ ജനറലി എങ്ങനെയാണ് നടക്കുന്നത്? ഇങ്ങനെ നടക്കുന്നത് കുറേ സ്റ്റെപ്സ് ഉണ്ട് അല്ലേ. യെസ്. അപ്പം ആദ്യം നമുക്കൊരു ലാൻഡ് വേണം അല്ലെ, ഒരു ഭൂമി വേണം അല്ലേ. പിന്നത്തെ സ്റ്റെപ്പ് എന്താണ്? പ്ലോവിങ് അല്ലേ. നല്ല രീതിയിൽ നമുക്ക് ആ നിലം നല്ല രീതിയിൽ ഉഴുതുമറിക്കണം അല്ലേ. അതായത് നല്ല മണ്ണായിരിക്കണം അല്ലെ, നല്ല എയറേഷൻ അല്ലെ, നല്ല രീതിയിൽ എയറൊക്കെ കടക്കുന്ന രീതിയിൽ നല്ല സോയിലായിരിക്കണം വേണ്ടേ. യെസ്. അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് അല്ലേ? നല്ല ഒരു ഉഴുതുമറിച്ച് നല്ല നിലം വേണം, പ്ലോവിങ് നടക്കണം നല്ല രീതിയിൽ. പിന്നെന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതായത് വിത്ത് വിതയ്ക്കണം അല്ലേ, വേണ്ടേ? സോവിങ് സീഡ്സ് അല്ലെങ്കിൽ പ്ലാന്റിങ് സീഡ്ലിങ്സ് അതൊക്കെ വേണം അല്ലെ. നമ്മൾ വിത്ത് നടണം അല്ലെ, വിത്ത് വിതരണം അല്ലെങ്കിൽ ദെൻ നമ്മൾ തൈ നടണം അല്ലെ. ഇതൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെ. പിന്നെന്താണ്? പിന്നെ വീഡിങ് അല്ലേ, കള പറിക്കണം വേണ്ടേ. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള വേറെ കുറേ പ്ലാന്റ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കൂടെ വളരും അല്ലേ, അതാണ് വീഡ്സ് അല്ലെ. അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അല്ലേ. അപ്പം നമ്മൾ വീഡിങ് ചെയ്യണം അല്ലേ, അതായത് കളയൊക്കെ പറിച്ച് കളയണം അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്?
മാന്യൂറിങ് അല്ലേ, നമ്മൾ നട്ടാൽ മാത്രം മതിയോ, അല്ലെങ്കിൽ വിത്തൊക്കെ വിതറിയാൽ മാത്രം മതിയോ, പോരാ, നല്ല രീതിയിൽ അത് ഗ്രോ ചെയ്യുന്നുണ്ടോ, ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എൻഷുർ ചെയ്യണ്ടേ. യെസ്, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നല്ല രീതിയിൽ വളം ഇട്ട് കൊടുക്കണം, അല്ലെ ജൈവവളം അല്ലെങ്കിൽ മാന്യൂർ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. യെസ്, പിന്നത്തെ സ്റ്റെപ്പ് എന്താണ്? ഹാർവെസ്റ്റിംഗ് ആണ് അല്ലെ, വിളവെടുപ്പാണ് അല്ലെ. ഹാർവെസ്റ്റിംഗ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്? ത്രഷിങ് അല്ലെ. ത്രഷിങ് എന്താണ്? നമുക്ക് നമ്മുടെ ധാന്യങ്ങളൊക്കെ അല്ലെ, നമ്മുടെ നെല്ലൊക്കെ നമ്മൾ വേർതിരിച്ചെടുക്കണം അല്ലെ. നമുക്ക് ആവശ്യമില്ലാത്ത ക്രോപ്സിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫുഡ് ക്രോപ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ത്രഷിങ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? യെസ്, കളക്ടിങ് ദ റൈസ് ഗ്രെയിൻസ് അല്ലേ. പിന്നീട് നമ്മൾ എന്താ റൈസ് ഗ്രെയിൻസ് കളക്ട് ചെയ്തെടുക്കും അല്ലേ. അപ്പോൾ ഈ പിക്ചർ നോക്കിക്കേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, പ്ലോവിങ് കാണാൻ പറ്റുന്നുണ്ട്, ദെൻ സോവിങ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, പിന്നെന്താണ് ഹാർവെസ്റ്റിംഗ് നടക്കുന്നുണ്ട് അല്ലേ, ദെൻ പിന്നെന്താണ് റൈസ് ഗ്രെയിൻസ് കളക്ട് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അവസാനം കിട്ടുന്ന പ്രൊഡക്റ്റിന് അതിന് എത്രയോ കുറേ പ്രോസസ്സ് കടന്നു വഴിയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് എത്തുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. Then, what are the factors involved in the process of paddy production? അല്ല, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, കൾട്ടിവേഷന് എന്തൊക്കെ പ്രോസസ്സസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് അല്ലെ. കുറേ പ്രോസസ്സ് കടന്നു വഴിയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് അല്ലെ. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്, എന്തൊക്കെ ഘടകങ്ങളാണ് നെൽകൃഷിക്ക് ആവശ്യമായിട്ടുള്ളത്? എന്തൊക്കെയാണ്? ലേബറേഴ്സ് വേണം അല്ലെ, തൊഴിലാളികൾ വേണ്ടേ അല്ലേ. നമുക്ക് നല്ല രീതിയിൽ പ്ലോവ് ചെയ്യണം, ദെൻ സീഡ്സ് ഒക്കെ സോ ചെയ്യണം അല്ലേ, ദെൻ ഹാർവെസ്റ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിങ് ആയിക്കോട്ടെ, ഇതിനൊക്കെ എന്താണ്? ലേബറേഴ്സ് വേണം അല്ലേ, ലേബറേഴ്സ് വേണം. പിന്നെന്താണ്? നാച്ചുറൽ റിസോഴ്സസ് അല്ലേ, പ്രകൃതിയുടെ വിഭവങ്ങൾ വേണ്ടേ, നാച്ചുറൽ റിസോഴ്സസ് വേണ്ടേ അല്ലേ. നമുക്ക് എവിടെയാണ് നമുക്ക് ഈ വിത്തുകളൊക്കെ വിതറാൻ പറ്റുന്നത്? സോയിങ് ഓഫ് സീഡ്സ് അല്ലെങ്കിൽ പ്ലാന്റിങ് ദ സീഡ്ലിങ്സ് അല്ലേ. ഇതൊക്കെ എവിടെയാണ്? ഭൂമി വേണം അല്ലേ, ലാൻഡ് വേണം. അതുപോലെ തന്നെ വാട്ടറിൻ്റെ അവൈലബിലിറ്റി വേണ്ടേ, ജലലഭ്യത വേണ്ടേ. ഇതൊക്കെ കൾട്ടിവേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അല്ലേ. ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ എല്ലാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമുക്ക് ആവശ്യമുള്ള ലാൻഡും വാട്ടറും ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് അല്ലെ, പ്രകൃതിയുടെ വിഭവങ്ങളാണ് അല്ലെ. ഓക്കെ, സോ ദെൻ നമുക്ക് ലേബറേഴ്സ് വേണം, നാച്ചുറൽ റിസോഴ്സസ് വേണം, പിന്നെന്തൊക്കെയാണ്? യെസ്, മാൻ മെയ്ഡ് ഗുഡ്സ് വേണം അല്ലെ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള സാധനങ്ങൾ വേണം അല്ലെ. നമ്മൾ പറഞ്ഞു മാന്യൂർ അല്ലെ, നമ്മൾ വളമൊക്കെ നല്ല രീതിയിൽ കൊടുക്കണം ചെടികൾക്ക്, എന്നാലല്ലേ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, സോ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, ദെൻ സീഡ്സ്, അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സ് അല്ലെ, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും വളവും ഇതൊക്കെ എന്താണ്? മാൻ മെയ്ഡ് ആയിട്ടുള്ളതുണ്ട് അല്ലെ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള റിസോഴ്സസും ഉണ്ട്. ഓൾ റൈറ്റ്, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ കൃഷിയൊക്കെ നടക്കാനായിട്ട് ആവശ്യമുള്ളത്? ലേബറേഴ്സ് വേണം, യെസ്, ദെൻ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് വേണം, ദെൻ മാൻ മെയ്ഡ് ആയിട്ടുള്ളത് വേണം. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ so haven't you understood that the production process can be completed only with the involvement of many factors അല്ലേ. ഇപ്പം നമുക്ക് ലേബറേഴ്സ് മാത്രം മതിയോ നല്ല രീതിയിൽ കൃഷി നടക്കാനായിട്ട്? തൊഴിലാളികൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് കൃഷിക്കാർ മാത്രം മതിയോ, കർഷകർ മാത്രം മതിയോ? പോരാ അല്ലെ. നമുക്ക് നല്ല രീതിയിൽ നല്ല വളക്കൂറുള്ള മണ്ണ് വേണം അല്ലെ, നല്ല ജലലഭ്യത വേണം, ഇതൊക്കെ വേണ്ടേ? എന്നാലാണ് അത്തരം കുറേ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല ഹാർവെസ്റ്റ് അല്ലെ, നല്ല വിളവെടുപ്പ് നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലേ. ഓക്കെ, സോ സച്ച് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ കോൾഡ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ. അപ്പോൾ കുറേ ഘടകങ്ങളുണ്ട് അല്ലെ, കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ലാൻഡ് വേണം, വാട്ടർ വേണം, ദെൻ മാന്യൂർ വേണം, ലേബറേഴ്സ് വേണം അല്ലെ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ നല്ല രീതിയിൽ കൾട്ടിവേഷൻ നടക്കാനായിട്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സ്, പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഈ ഇൻറ്റഗ്രൽ ഫാക്ടേഴ്സിനാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അപ്പോൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഇപ്പോൾ നോക്കിക്കേ, പിക്ചറിൽ എന്താ കാണുന്നത്? നമുക്ക് ഇവിടെ ഒരു ഫാക്ടറി കാണാം അല്ലെ, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഈ പ്രൊഡക്റ്റുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു ഇമേജ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഓക്കെ, സോ
വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഷൂസ് അല്ലേ? ഇവിടെ എന്താ കണ്ടത് നമ്മൾ? ഈ പിക്ചറിൽ ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ? ഷൂസിൻ്റെ പ്രൊഡക്ഷനാണ് ഇവിടെ കാണുന്നത് അല്ലേ? ദെൻ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ഷൂ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെ, ഷൂവിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആവശ്യമായിട്ടുള്ളത്? എന്തൊക്കെയാണ്? ബിൽഡിങ്സ് വേണം അല്ലേ? അതൊക്കെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നടക്കാനായിട്ട് നമുക്കൊരു ബിൽഡിംഗ് വേണ്ടേ അല്ലെ? ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രവർത്തിക്കണമെങ്കിൽ നമുക്കൊരു ഒരു ബിൽഡിംഗ് വേണം. ഓക്കെ, ദെൻ പിന്നെ മെഷീനറി അല്ലേ? നമുക്ക് ഷൂസൊക്കെ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മെഷീനറീസ് വേണം അല്ലേ? യെസ്. ദെൻ പിന്നെന്താണ്? വർക്കേഴ്സ് അല്ലെ? കുറേ ജോലിക്കാർ വേണ്ടേ? യെസ്, യന്ത്രങ്ങൾ വേണം, ബിൽഡിങ്സ് കെട്ടിടങ്ങൾ വേണം, ദെൻ ജോലിക്കാർ വേണം. പിന്നെന്താണ്? വൈദ്യുതി അല്ലെ? ഇലക്ട്രിസിറ്റി വേണം അല്ലെ? ഇലക്ട്രിസിറ്റി വേണം. ദെൻ ഓൺട്രപ്രോണർ അല്ലേ? അതായത് നമ്മളൊരു സംരംഭം തുടങ്ങുന്ന ആളാണ് സംരംഭക അല്ലെങ്കിൽ സംരംഭകൻ അല്ലെ? അതാണ് ഓൺട്രപ്രോണർ. ഒരു ഓൺട്രപ്രോണർ വേണം. ദെൻ നാച്ചുറൽ റിസോഴ്സസ് അല്ലെ? പ്രകൃതിയുടെ വിഭവങ്ങൾ വേണം അല്ലെ? അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ലെതർ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നേച്ചറിൻ്റെയും നാച്ചുറൽ റിസോഴ്സസും ആവശ്യമായിട്ടുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? യെസ്. ദെൻ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. അപ്പോൾ നമ്മൾ കുറേ ഫാക്ടേഴ്സ് അല്ലെ? ഇപ്പോൾ നമുക്ക് പാഡി കൾട്ടിവേഷൻ ആയാലും ഷൂവിൻ്റെ പ്രൊഡക്ഷൻ ആയാലും അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് കൺസൈസ് ചെയ്തിട്ട് ഓക്കെ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള 4 ഫാക്ടേഴ്സാണ് നമുക്ക് പ്രൊഡക്ഷന്, ഒരു ഉൽപ്പാദനത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇസ് ദ ലാൻഡ്. ഓക്കെ, നമുക്കൊരു ഭൂമി വേണം അല്ലേ? ഇപ്പം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് നല്ല ഭൂമി വേണ്ടേ, നല്ല ലാൻഡ് വേണ്ടേ, ഫെർട്ടൈൽ സോയിൽ വേണം അല്ലേ? ഇനി ഇപ്പോൾ ഷൂ പ്രൊഡക്ഷൻ ആണെങ്കിലോ നമുക്ക് ബിൽഡിങ്സ് വേണം അല്ലേ? അപ്പോൾ അതിന് നമുക്കൊരു ഭൂമി വേണ്ടേ? ഓക്കെ, സോ ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്താണ്? ലാൻഡ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ലേബർ അല്ലേ? നമുക്ക് തൊഴിലാളികൾ വേണം, തൊഴിൽ വേണം അല്ലെ? തൊഴിലുണ്ട് അല്ലെ? വർക്കേഴ്സ് ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 1-2 പേര് കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് കുറേ ആൾക്കാർ വേണം അല്ലെ? ഈ ഒരു യൂണിറ്റ് വേണം അല്ലേ? സോ ദെൻ തൊഴിൽ, ദെൻ ലേബർ, ദെൻ കംസ് ക്യാപിറ്റൽ അല്ലേ? നമുക്കൊരു ഒരു സീഡ് മണി വേണം അല്ലേ? അതായത് ഒരു മൂലധനം വേണം വേണ്ടേ? ഒരു ക്യാപിറ്റൽ വേണം, എന്നാലേ നമുക്ക് എന്ത് സംരംഭവും തുടങ്ങാൻ പറ്റുള്ളൂ അല്ലേ? പൈസയൊന്നും ഇല്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നമുക്കൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്കൊരു സീഡ് മണി വേണം അല്ലേ? നമുക്കൊരു മൂലധനം, അതാണ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ പിന്നെന്താണ്? ഒരു ഓർഗനൈസേഷൻ വേണം അല്ലെ? ഒരു സംഘടനം വേണം അല്ലെ? ഒരു സംഘാടന ഒരു രീതി വേണം അല്ലെ? ഒരു ഓർഗനൈസേഷൻ, അതിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അല്ലെ? സോ ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള 4 ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ദെൻ സീഡ് മണി അല്ലെങ്കിൽ ക്യാപിറ്റൽ, ദെൻ ഓർഗനൈസേഷൻ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചു അല്ലെ? ഉൽപ്പാദനത്തിന് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ആദ്യത്തെ ഫാക്ടർ ഏതായിരുന്നു? ലാൻഡ് ആയിരുന്നു അല്ലേ? ഭൂമി ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഭൂമി നോക്കിയാലോ? അപ്പോൾ ഈ പിക്ചറിൽ എന്താ കാണുന്നേ? നമുക്ക് നമ്മുടെ എർത്ത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? എർത്തിൻ്റെ 4 വേരി ടൈപ്സ് ഓഫ് ലാൻഡ്സ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അതായത് ലാൻഡ് എന്താണ്? ഒരു നാച്ചുറൽ റിസോഴ്സ് ആണ് അല്ലേ? പ്രകൃതിയുടെ തന്നെ ഒരു വിഭവമാണ് അല്ലേ? അപ്പോൾ നമ്മൾ കൾട്ടിവേഷൻ നമുക്കൊരു ടൈപ്പ് ഓഫ് ലാൻഡ് വേണം അല്ലേ? ഇപ്പോൾ നമ്മൾ ഷൂസിൻ്റെ അല്ലെ? ഒരു ഷൂ ഫാക്ടറിയിൽ നമുക്ക് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു ടൈപ്പ് ഓഫ് ലാൻഡ്, അങ്ങനെ ഓരോന്നിനും നമുക്ക് ലാൻഡ്, ഭൂമി വേണം അല്ലേ? ഓക്കെ, സോ ദ ടേം ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇസ് യൂസ്ഡ് ഇൻ എ ബ്രോഡ് സെൻസ് അല്ലേ? അപ്പോൾ എന്താണ് ലാൻഡ്? എന്താണ്? ഒരു ഉൽപാദന ഘടകമാണ് അല്ലേ? അപ്പോൾ ഒരു ഉൽപാദന ഘടകം എന്ന നിലയിൽ നമ്മൾ ലാൻഡിന് അല്ലെങ്കിൽ ഭൂമിയെ ഒരു വിശാലമായ രീതിയിലാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതായത് ദ ടേം ലാൻഡ് ഇൻക്ലൂഡ്സ് മെനി തിങ്സ്. ഓക്കെ, അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്ന ഈ വാക്കിൽ അല്ലെ നമ്മൾ അതിനൊരു ഫാക്ടർ എന്ന രീതിയിൽ കണക്കാക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. Okay, all natural resources used in the production process are implied in the term land. Okay, അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ പ്രകൃതിയുടെ വിഭവങ്ങൾ കുറേ ഉണ്ട് അല്ലേ? നാച്ചുറൽ റിസോഴ്സസ് കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം തന്നെ നമ്മൾ ഈ ലാൻഡ് എന്ന് പറയുന്ന ഫാക്ടറിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ നാച്ചുറൽ റിസോഴ്സസും ലാൻഡ് എന്ന് പറയുന്ന ഫാക്ടറിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, സോ അതായത് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും എന്താണ്? ഭൂമി എന്ന് പറയുന്ന വാക്കിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ all resources on earth are regarded as land.
അല്ലേ? അപ്പം എല്ലാ നാച്ചുറൽ റിസോഴ്സസും ലാൻഡ് എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും, ഓൾ തിങ്സ്, അല്ലെങ്കിൽ ഓൾ റിസോഴ്സസ്, എല്ലാ വിഭവങ്ങളും എന്താണ്, ലാൻഡ് എന്ന് പറയുന്ന ടേമിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിനെയൊക്കെ ലാൻഡ് എന്ന ഫാക്ടറായിട്ട് നമുക്ക് പറയാം. അതായത് നമ്മുടെ ഭൗമ അന്തരീക്ഷത്തിൽ, അല്ലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ളതും, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതും, അല്ലെ നമ്മുടെ സർഫസിലുള്ളതും, അതുപോലെ തന്നെ ഇൻസൈഡ് ദി എർത്ത്, എല്ലാം തന്നെ എന്താണ്, ആ വസ്തുക്കളെല്ലാം, എല്ലാ റിസോഴ്സസും ലാൻഡ് എന്ന് പറയുന്ന വാക്കിലാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. Then, what all natural resources are included in the land as a factor of production? അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, നമുക്ക് ഒരു ഉൽപാദന ഘടകമാണ് ഭൂമി അല്ലെങ്കിൽ ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു ടേം അല്ലേ. അപ്പോൾ ആ ലാൻഡിൽ നമ്മൾ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ റിസോഴ്സസിനെയും നമ്മൾ ലാൻഡ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്തൊക്കെയായിരിക്കും? കുറച്ച് അങ്ങനത്തെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ കുറച്ച് അത്തരം റിസോഴ്സസ് എന്തൊക്കെയായിരിക്കും? പ്രൊഡക്ട്സ് അല്ല, അത്തരം റിസോഴ്സസ് എന്തൊക്കെയായിരിക്കും? സോയിൽ അല്ലേ, നമ്മുടെ മണ്ണ്, ദെൻ ജലം, വാട്ടർ, ഫോറസ്റ്റ്, എയർ, കോൾ, ഓയിൽ അല്ലേ, എല്ലാം തന്നെ എന്താണ്, ഇതൊക്കെ നമ്മൾ എർത്തിൽ കാണുന്ന റിസോഴ്സസ് ആണല്ലേ, ഈ കോളും ഓയിലും വാട്ടറും ഫോറസ്റ്റ് എല്ലാം തന്നെ. സോ ഇതൊക്കെ നമ്മൾ ഏത് ടേം കൊണ്ട് ഉപയോഗിക്കുന്നത്? യെസ്, ലാൻഡ് എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ലാൻഡ് എന്ന് പറയുന്ന ടേം കൊണ്ടാണ്. ക്ലിയർ ആയോ? ഓൾ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഗെറ്റ് റിവാർഡ്സ്. അപ്പം നമ്മൾ 4 ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ അതിൽ എല്ലാ ഫാക്ടേഴ്സിനും എന്തുണ്ടെന്നാണ് പറയുന്നത്? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്ന എല്ലാ ഫാക്ടേഴ്സിനും റിവാർഡ് ഉണ്ട്. റിവാർഡ് ഉണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്ക് ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ നല്ല രീതിയിൽ പഠിച്ചാൽ നമ്മുടെ പേരൻസ് എന്താ പറയുക, ഇപ്രാവശ്യം എക്സാമിന് നീ നല്ല മാർക്ക് വാങ്ങിച്ചാൽ സൈക്കിൾ വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ നമ്മളോട് പറയും അല്ലേ. സോ അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് എന്താണ്, നല്ലൊരു താല്പര്യമായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്ന എല്ലാ ഫാക്ടേഴ്സിനും എന്താണ്, അതിന് ഓരോ റിവാർഡ് ഉണ്ട്. ഓൾറൈറ്റ്. സോ ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഗെറ്റ്സ് റെന്റ് ആസ് റിവാർഡ്. അപ്പോൾ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ത്? ലാൻഡ് അല്ലേ, ഭൂമി. സോ ഈ ലാൻഡ് എന്ന് പറയുന്ന ഫാക്ടറിന് കിട്ടുന്ന റിവാർഡ് എന്താണ്? റെന്റ്. റെന്റ്, വാടക അല്ലെങ്കിൽ പാട്ടം എന്നൊക്കെയാണ് ലാൻഡിന് റിവാർഡായിട്ട് കിട്ടുന്നത്. കേട്ടോ? നെക്സ്റ്റ് പ്രൊഡക്ഷൻ ഫാക്ടറാണ് ലേബർ അല്ലേ. ലേബർ അല്ലെങ്കിൽ തൊഴിൽ. സോ ലേബർ ഇസ് ആൻ ആക്റ്റീവ് ഫാക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു ഉൽപ്പന്നം, ഒരു പ്രൊഡക്റ്റിൻ്റെ ഉൽപാദനത്തിന് ഏറ്റവും സജീവമായിട്ട് പങ്കുവഹിക്കുന്ന ഒരു ഫാക്ടറാണ് തൊഴിൽ അല്ലെങ്കിൽ ലേബർ. The laborers use their manpower in the production process അല്ലേ. അപ്പോൾ തൊഴിൽ എന്താണ്? അത് ലേബർ അല്ലേ. നമുക്ക് ലേബറേഴ്സിന് ആവശ്യമുണ്ട് അല്ലേ, വർക്കേഴ്സിന് അല്ലെ, തൊഴിലാളികൾ ആവശ്യമുണ്ട് ഇതിന് വേണ്ടിയിട്ട് അല്ലേ. സോ അവരുടെ മാൻ പവർ ഇൻവോൾവ് ആണ് അല്ലേ. അതായത് അവരുടെ മാനസികവും ദെൻ കായികവും ദെൻ ഇൻ്റലക്ച്വൽ അല്ലെ, ബുദ്ധിപരവുമായിട്ടുള്ള ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എല്ലാ കേപ്പബിലിറ്റീസും നമുക്ക് ലേബർ ചെയ്യാനായിട്ട് ആവശ്യമാണ്. നമ്മുടെ ലേബറേഴ്സിൻ്റെ മാൻ പവർ ഇൻവോൾവ് ആണ്. ഓൾറൈറ്റ്. We can see how the laborers use their manpower if we visit a coir production unit. നോക്കിക്കേ, ഈ സ്ലൈഡിൽ എന്താ കാണുന്നത്? ഇതൊരു കൊയർ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണല്ലേ. നമുക്ക് കോക്കനട്ട് ഫൈബേഴ്സ് അല്ലേ, നമ്മുടെ തേങ്ങയുടെ നാരുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കൊയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ഇതിലെന്താ കാണുന്നത്? നമുക്ക് കുറേ ലേബറേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, കുറേ വർക്കേഴ്സ് ഉണ്ട് അല്ലേ. കോക്കനട്ട് ഫൈബേഴ്സ്, കൊയേഴ്സൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ? യെസ്. ഇതിലെന്താ കാണുന്നത്? അപ്പോൾ കോക്കനട്ട്, ഈ കൊയറിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇതിൽ കാണുന്നത്. എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത് എന്നൊക്കെയാണ് കാണുന്നത്. സോ അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? ഒരു കൊയർ പ്രൊഡക്ഷൻ യൂണിറ്റിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? ടു മേക്ക് കോക്കനട്ട് ഫൈബർ സ്യൂട്ടബിൾ ഫോർ കൊയർ മാനുഫാക്ചറിങ്. അപ്പോൾ കൊയർ മാനുഫാക്ചർ ചെയ്യാനായിട്ട്, കൊയർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോക്കനട്ട് ഫൈബർ വേണം അല്ലേ, തേങ്ങയുടെ നാര് വേണം അല്ലേ. അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ കൊണ്ടുവരണം. ദെൻ
ടു ഡൈ സ്യൂട്ടബിളി, അല്ലെ നല്ല രീതിയിൽ അല്ലെ ആവശ്യത്തിനുള്ള കളർ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഡൈ ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ടു ഓപ്പറേറ്റ് ദ മെഷീനറി. ഓക്കെ, അപ്പോൾ മെഷീൻസ് അല്ലെ യന്ത്രങ്ങളൊക്കെ എന്താണ് നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണം. ദെൻ ഫോർ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലേ നമുക്കറിയാം അല്ലേ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ ഒരു ഫാക്ടറാണ് അല്ലേ. ഓക്കെ, സോ അത് എത്തേണ്ട സ്ഥലങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ. ഓക്കെ, we can see that the physical, mental and intellectual skills of the workers are used here. അല്ലേ, അപ്പോൾ നമുക്ക് ലേബർ എന്ന് പറയുന്ന ഫാക്ടർ അല്ലേ തൊഴിൽ എന്താണ്? തൊഴിലാളികളുടെ അല്ലെ നമ്മുടെ ലേബറേഴ്സിൻ്റെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ മെൻ്റൽ അല്ലെ മാനസികവും, ദെൻ ഫിസിക്കൽ കായികപരവും, ഇൻ്റലക്ച്വൽ അല്ലെ ബുദ്ധിപരവുമായിട്ടുള്ള എല്ലാ അധ്വാനശേഷിയും നമുക്ക് ആവശ്യമാണ് അല്ലേ. If the use of these skills to produce goods and services is rewarded, it is called labor. അല്ലേ, അപ്പോൾ ഇതെങ്ങനെയാണ് ലേബർ ആവുന്നത്, ഒരു തൊഴിലാവുന്നത് എങ്ങനെയാണ്? അവരുടെ ഈ അധ്വാനശേഷി അല്ലേ അതിനൊരു പ്രതിഫലം ലഭിച്ചാൽ മാത്രമാണ് അല്ലെ, അത് റിവാർഡഡ് ആയാൽ മാത്രമാണ് അത് എന്താവുന്നത്, അത് ലേബർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഒരു ഫാക്ടർ ആയിട്ടുള്ള ലേബർ അല്ലെ തൊഴിലെന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിനൊരു റിവാർഡ് ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ പഠിച്ചിരുന്നു അല്ലേ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സിനും എന്തുണ്ട്? റിവാർഡ് ഉണ്ട് അല്ലേ, ഒരു പ്രതിഫലം ഉണ്ട് അല്ലേ. ഓക്കെ, സോ ഇവർ ഉപയോഗിക്കുന്ന ഇവരുടെ ഈ കായികാധ്വാനവും മാനസികവും ദെൻ ബുദ്ധിപരവുമായിട്ടുള്ള എല്ലാ അധ്വാന ശേഷിക്കും ഒരു റിവാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇതൊക്കെ ഈ അധ്വാന ശേഷി എല്ലാം ഉപയോഗിച്ചിട്ടും അവർക്ക് റിവാർഡഡ് ആവുകയാണെങ്കിൽ മാത്രമാണ് ഇതിനെ ലേബർ എന്ന് വിളിക്കാൻ പറ്റുക. ഓക്കെ, since family members engaged in household activities do not generate rewards, it is not regarded as labor. Okay, അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ജോലികളൊക്കെ ഇല്ലേ, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ അമ്മമാർ നമ്മുടെ വീട്ടിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മുടെ അമ്മമാർ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്ത് തരുന്നുണ്ടാവും, വീട് ക്ലീൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിലൊക്കെ നമ്മൾ ആരെങ്കിലും അവർക്ക് റിവാർഡ് കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും സാലറി അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ലേബർ ആവുമോ? അല്ല അല്ലേ. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം അല്ലേ എങ്ങനെയാണ് അത് ലേബർ ആവുന്നത്? ഒരു റിവാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ലേബർ ആവുന്നത്, തൊഴിലാവുന്നത് അല്ലേ. സോ റിവാർഡഡ് അല്ലാത്ത പക്ഷം എന്താണ്? അത് ലേബറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഓൾ റൈറ്റ്, യെസ്, വേജ് ഇസ് എ റിവാർഡ് ഫോർ ലേബർ അല്ലേ. നമ്മൾ പറഞ്ഞു ലേബർ അല്ലേ, ലേബറേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് അവരുടെ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് റിവാർഡഡ് ആവുന്നുണ്ട്, അവർക്ക് റിവാർഡ് ലഭിക്കുന്നുണ്ട് അല്ലേ. അവരുടെ അധ്വാന ശേഷി എല്ലാം ഉപയോഗിച്ച് അവർ വർക്ക് ചെയ്യുമ്പം അവർക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത് റിവാർഡായിട്ട്? ലേബറേഴ്സിന് അല്ലെ, ലേബർ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിന് നമ്മൾ എന്താണ് റിവാർഡായിട്ട് കൊടുക്കുന്നത്? വേജ് ആണ്. ഓക്കെ, വേജ് ആണ്, അതായത് കൂലിയാണ് അല്ലേ. ഓക്കെ, ദിസ് ഈസ് മോസ്റ്റ്ലി പെയ്ഡ് ഇൻ ക്യാഷ് അല്ലേ. നമ്മൾ എങ്ങനെ റിവാർഡ് കൊടുക്കുന്നത്? വേജ് എന്ന് പറയുന്ന റിവാർഡ് നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, സംടൈംസ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ഗുഡ്സ് ആർ ഗിവൻ ആസ് റിവാർഡ്സ്. ഓക്കെ, അപ്പോൾ ചില സമയങ്ങളിൽ ക്യാഷ് മാത്രമല്ല ഗുഡ്സ് സാധനങ്ങൾ നമ്മൾ റിവാർഡായിട്ട് കൊടുക്കുന്നുണ്ട്. ഓൾ റൈറ്റ്, for example, occasionally coconuts are given as reward for plucking them. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ തെങ്ങ് കയറാനായിട്ട് ആൾക്കാർ വരില്ലേ. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നമ്മൾ കൂലി കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഗുഡ്സ് സാധനങ്ങളായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ കോക്കനട്ട്സ് ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, മോസ്റ്റ്ലി എന്താ പറയുന്നത്? ചില സമയത്തൊക്കെ കോക്കനട്ട്സ് ആണ് ഈ തെങ്ങ് കയറാൻ വരുന്നവർക്ക് നമ്മൾ റിവാർഡായിട്ട് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എനിവേ എന്താണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആണെങ്കിൽ നമ്മൾ റിവാർഡ് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ്, മാൻ പവർ ഇസ് യൂസ്ഡ് ഫോർ എനി ലേബർ. ശരിയല്ലേ, എന്ത് ജോലി ചെയ്യാനാണെങ്കിലും അല്ലെ, എന്ത് തൊഴിൽ ചെയ്യാനാണെങ്കിലും എന്ത് ലേബറിനും എന്ത് ഇൻവോൾവ് ആണ്? മാൻ പവർ അല്ലേ, അധ്വാനശേഷി വേണം അല്ലേ. അതായത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് എന്തും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, സോ മാൻ പവർ ഇസ് യൂസ്ഡ് ഫോർ എനി ലേബർ. ദ മാൻ പവർ വേസ്റ്റഡ് ടുഡേ വിൽ ബി ലോസ്റ്റ് അല്ലേ. അപ്പം നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ഇന്നിപ്പോൾ ഒരു കാര്യവും ചെയ്യാതെ ചുമ്മാ ഇരുന്നാൽ എന്താ? ഇന്നത്തെ മാൻ പവർ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ലോസ്റ്റ് ആയി പോയി അല്ലേ, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അല്ലേ. ഓക്കെ, സോ ഇറ്റ് കനോട്ട് ബി സേവ്ഡ് ഫോർ ടുമോറോ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നൊന്നും ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി അല്ലേ, നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. അതായത് നമ്മുടെ അധ്വാന ശേഷി നമ്മൾ നല്ല രീതിയിൽ മികച്ച രീതിയിൽ ഉപയോഗിക്കണം. ഓക്കെ,
The manpower of the laborers can be enhanced through education or training. അല്ലേ, അപ്പോൾ ഇവരുടെ അധ്വാന ശേഷി അല്ലെങ്കിൽ ഇവരുടെ ഈ മാൻ പവർ എങ്ങനെയാണ് നന്നായിട്ട് എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റുക, നല്ല രീതിയിൽ എങ്ങനെയാണ് അതിനൊന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുക? എഡ്യൂക്കേഷൻ കൊടുക്കാം അല്ലെ, നല്ല രീതിയിൽ അതിനെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുക അല്ലെ, വിദ്യാഭ്യാസം കൊടുക്കാം. പിന്നെ എങ്ങനെയാണ് ട്രെയിനിങ് അല്ലെ, നല്ല രീതിയിൽ അവരെ പരിശീലിപ്പിച്ചെടുത്താൽ നമുക്ക് മാൻ പവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ലേ? യെസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഏതാണ്? യെസ്, ക്യാപിറ്റൽ ആണ് അല്ലേ, മൂലധനം. ഓക്കെ, സോ ക്യാപിറ്റൽ ഇസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് ഫോർ പ്രൊവൈഡിങ് ദ ബേസിക് ഫെസിലിറ്റീസ് ഫോർ ദ സെയിം. അല്ലേ, അപ്പം നമുക്ക് പ്രൊഡക്ഷനിൽ എന്താണ് നമ്മുടെ എയിം? എന്താണ്? ഒരു പ്രൊഡക്റ്റിനെ കൊണ്ടുവരിക അല്ലെ, ഒരു പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ മോട്ടീവ് അല്ലേ. അപ്പം അതിനെന്താണ്? സീഡ് മണി ആവശ്യമാണ് അല്ലേ, അതിന് മൂലധനം ക്യാപിറ്റൽ ആവശ്യമാണല്ലേ. കാരണം എന്താണ്? ഈ പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ വേണം അല്ലെ, കുറേ പ്രോസസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പെൻഡിച്ചർ കൂടുതലല്ലേ? യെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ക്യാപിറ്റൽ ഉള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് മൂലധനം വേണം. ഓക്കെ, ആൻഡ് ഫോർ പ്രൊവൈഡിങ് ബേസിക് ഫെസിലിറ്റീസ് അല്ലേ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അല്ലെ ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കുറേ ആവശ്യങ്ങളുണ്ട് അല്ലേ, കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എത്തിക്കാനായിട്ട് അല്ലെ, ബേസിക് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽ വേണം. ഓക്കെ, ഇറ്റ് ഈസ് നെസസറി ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ഫാക്ടറി, ബൈയിങ് എക്യുപ്മെൻറ്റ്സ്, പേയിങ് വേജസ് ടു ലേബറേഴ്സ്, ബൈയിങ് റോ മെറ്റീരിയൽസ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ദ ലൈക്ക് അല്ലേ. അപ്പോൾ കുറേ കാര്യങ്ങൾക്ക് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഒരു ഫാക്ടറി അല്ലേ, ഒരു ഫാക്ടറി അല്ലേ, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റ് എവിടെ നടക്കുന്നത്? ഒരു ഫാക്ടറിയിലാണ് അല്ലേ. യെസ്. സോ ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലേ, ഇത് നിർമ്മിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പിന്നെ ഇതിനൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ കുറേ ഉണ്ടല്ലേ, കുറേ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കണം അല്ലേ. ദെൻ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സെക്കൻഡ് ഫാക്ടറായ ലേബർ അല്ലേ, തൊഴിലിന് ആവശ്യമായിട്ട് നമുക്ക് ആരാണുള്ളത്? മാൻ പവർ അല്ലേ, അതായത് നമ്മുടെ അധ്വാനശേഷി ലേബറേഴ്സ് വേണം അല്ലേ, വർക്കേഴ്സ് വേണം. അപ്പോൾ ഇവർക്ക് നമ്മൾ റിവാർഡ് കൊടുക്കണ്ടേ അല്ലേ, വേജ് കൊടുക്കണ്ടേ, കൂലി കൊടുക്കണം അല്ലേ. സോ ഇതിനൊക്കെ എന്ത് വേണം? മൂലധനം വേണം, ക്യാപിറ്റൽ വേണം. ക്ലിയർ ആയോ? ഓക്കെ. Tangible and visible man-made things used for production are called capital. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ? എന്താണ്? യെസ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? അത് ടാഞ്ചിബിൾ ആണ്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ക്യാൻ ബി പെർസീവ്ഡ് ബൈ ടച്ച് അല്ലെ, നമുക്കത് തൊടാൻ കഴിയുന്നതാണ് അല്ലെ, ടച്ച് ചെയ്യാൻ പോസിബിൾ ആണ്, ഫീൽ ചെയ്യാൻ പോസിബിൾ ആണ്. ദെൻ വിസിബിൾ ആണോ? യെസ്, നമുക്കത് കാണാൻ കഴിയുന്നതാണ് അല്ലെ, നമുക്ക് സ്പർശിക്കാനും കാണാൻ കഴിയുന്നതുമാണ് എന്ത്? ക്യാപിറ്റൽ. Computers, vehicles, machines which can be used in production are also considered as capital. അല്ലെ, അപ്പോൾ നമുക്ക് എന്തിനൊക്കെ ക്യാപിറ്റൽ ആയിട്ട് പറയാം അല്ലെ? കമ്പ്യൂട്ടേഴ്സ്, വെഹിക്കിൾസ്, ദെൻ മെഷീൻസ് അല്ലെ, ഇതിനൊക്കെ നമുക്ക് പ്രൊഡക്ഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അല്ലേ. സോ ഇതിനൊക്കെ നമുക്ക് ക്യാപിറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ നോളജ് ക്യാപിറ്റൽ. ടുഡേ വി ലിവ് ഇൻ എ നോളജ് സൊസൈറ്റി അല്ലെ, നമ്മളിപ്പോൾ എങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് അല്ലേ? നല്ല അറിവുള്ളൊരു സമൂഹത്തിലാണല്ലേ, വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ള അല്ലെ, നല്ല വിദ്യാസമ്പന്നമായിട്ടുള്ളൊരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് നോളജ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രൊഡക്ഷൻ അല്ലേ. നമുക്കറിയാം സാങ്കേതിക വിദ്യകളൊക്കെ എന്താണ്, ഒത്തിരി പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് അത്തരം രീതിയിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ദെൻ നോളജ് ഒക്കെ എന്താണ്, പ്രൊഡക്ഷനെയും നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യും. ഓക്കെ. ദ എഫേർട്ട് ടു അക്വയർ നോളജ് ക്യാപിറ്റൽ ഇസ് നൗ പ്രിവലൻറ്റ് ഇൻ ദ വേൾഡ് അല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ നോളജ് ക്യാപിറ്റൽ അല്ലേ, അതായത് അറിവിൻ്റെ രീതിയിലുള്ള ക്യാപിറ്റൽ അല്ലേ, അറിവ് ഒരു മൂലധനമായിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കൊണ്ടുവരാൻ പറ്റില്ലേ? യെസ്. സോ ദ എഫേർട്ട് ടു അക്വയർ നോളജ് ക്യാപിറ്റൽ എന്താണ്, കൂടുതൽ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അക്വയർ ചെയ്യാനായിട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. ദെൻ എന്തൊക്കെയാണ് ഈ ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സ്? എന്താണ് ക്യാപിറ്റൽ? എന്താണ്? ടാഞ്ചിബിൾ ആണ് അല്ലെ, ടാഞ്ചിബിളും ആണ്, വിസിബിളും ആണ്. ഓക്കെ. സോ എന്താണ് ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സ്?
ക്യാപിറ്റൽ ഹെൽപ്സ് ദി അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ മാത്രമാണോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? അല്ല, വി ഹാവ് ലേബർ, ദെൻ ലാൻഡ് ആൻഡ് ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ മൂലധനം മറ്റ് ഘടകങ്ങളെയും കൂടി അവയുടെ വളർച്ചയ്ക്കും കൂടി സഹായിക്കും. ക്യാപിറ്റൽ എൻഹാൻസസ് ദ പ്രൊഡക്ഷൻ സ്കിൽസ് ഓഫ് ദ ലേബറേഴ്സ് അല്ലേ. അതായത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലേബറേഴ്സിന് വേജ് കൊടുക്കണം അല്ലെ, തൊഴിലാളികൾക്ക് നമ്മൾ കൂലി കൊടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ സ്കിൽസിനെ അല്ലെ അവരുടെ അധ്വാന ശേഷിയെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്ന ഒന്നും കൂടിയാണ് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ദെൻ ക്യാപിറ്റൽ ഹാസ് മൊബിലിറ്റി അല്ലെ. ക്യാപിറ്റലിന് എന്തുണ്ട്? മൊബിലിറ്റി ഉണ്ട്, അതായത് മൂവ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട് അല്ലേ. നമ്മുടെ ആദ്യത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഏതായിരുന്നു? ലാൻഡ് ആയിരുന്നു അല്ലെ, ഭൂമിയായിരുന്നു. സോ അതിന് മൊബിലിറ്റി ഉണ്ടോ? ഇല്ല, അതിന് മൊബിലിറ്റി ഇല്ല. അത് ഇമ്മൊബൈൽ ആണല്ലേ, നമ്മൾ പഠിച്ചു. അതിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല അല്ലേ. ഓക്കെ, ബട്ട് ക്യാപിറ്റൽ ഹാസ് മൊബിലിറ്റി. Like other factors of production, capital also gets reward അല്ലേ. അപ്പോൾ മറ്റു ഉൽപാദന ഘടകങ്ങൾ പോലെ തന്നെ ക്യാപിറ്റലിനും മൂലധനത്തിനും എന്തുണ്ട്? ഒരു റിവാർഡ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഇസ് എ റിവാർഡ് ഫോർ ക്യാപിറ്റൽ അല്ല. അപ്പോൾ ക്യാപിറ്റലിൻ്റെ റിവാർഡ് എന്താണ്? മൂലധനത്തിന് എന്താണ് ഒരു റിവാർഡായിട്ട് കിട്ടുന്നത്? ഇൻട്രസ്റ്റ് ആണ്. പലിശയാണ് ക്യാപിറ്റലിന് ലഭിക്കുന്ന റിവാർഡ്. ക്ലിയർ ആയോ?